ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മളിന്ന് ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തിലെ 15-ാം അധ്യായം ചിത്രകേതുവിൻ്റെ കഥയാണ് വായിക്കുന്നത്. ചിത്രകേതു മഹാരാജാവ് സത്വഗുണപ്രധാനിയായ, ഭക്തിയിലും സത്കർമ്മങ്ങളിലും ഒക്കെ മുഴുകി ജീവിക്കുന്ന ഒരു രാജാവായിരുന്നു. രാജാവിന് ഇതെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിലും മനസ്സിന് ഒരു ദുഃഖം സദാ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ പുത്രന്മാരില്ല എന്നുള്ള ആ ദുഃഖം ചിത്രകേതു മഹാരാജാവിനെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി അവിടെ എത്തുന്നത്. അങ്ങനെ നാരദ മഹർഷി ചോദിക്കുകയാണ്, എന്താണ് അങ്ങക്ക് അങ്ങയുടെ മുഖത്തൊരു പ്രസാദമില്ലാത്തത്, എന്താണ് ഒരു വിഷാദം എന്ന് ചോദിക്കുമ്പോൾ ചിത്രകേതു പറയാണ്, എല്ലാം അറിയുന്ന അങ്ങ് എന്തിനെങ്ങനെ അറിയാത്തതുപോലെ നടിക്കുന്നു? അങ്ങേക്കറിയാം എൻ്റെ ദുഃഖം പുത്രന്മാരില്ല എന്നുള്ള ദുഃഖമാണ്. അപ്പോൾ നാരദ മഹർഷി പറയാണ്, എല്ലാവരും ഈ നമ്മൾ 3-4 തരത്തിലുള്ള ദുഃഖങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതിൽ ഒന്ന് ലോകേഷണ, രണ്ടാമത്തത് വിത്തേഷണ, മൂന്നാമത്തത് പുത്രേഷണ, നാലാമത്തത് ജീവേഷണ. ഇങ്ങനെ കുറച്ച് ഏഷണകൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഈ പറഞ്ഞ ഓരോന്നിലൂടെ ഗോ ത്രൂ ചെയ്യണമെന്നില്ല. ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള ഓരോ തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുത്രന്മാരില്ല, എല്ലാവർക്കും കുടുംബം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് ഏതൊരു വേഷം കളിക്കാനാണോ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർക്ക് ഈ പ്രപഞ്ചത്തിലുള്ള കർമ്മവും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നാരദ മഹർഷി ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങേക്ക് ഈ അനുഭവത്തിലൂടെ പോകണം എന്നുള്ളൊരു നിയോഗം യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ ആഗ്രഹിച്ച് അങ്ങനെ ഒരു കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ജന്മത്തിലല്ലെങ്കിൽ അത് മറ്റൊരു ജന്മത്തിലായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും അത് കുറച്ച് കഴിഞ്ഞിട്ടാവാം. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് ആഗ്രഹിക്കണം എന്നുള്ള ഒരു സൂചനയും കൂടി തരുന്നൊരു കഥയാണ് ചിത്രകേതുവിൻ്റെ കഥ. അങ്ങനെ ജീവിച്ച് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു നിർബന്ധം പോലെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, ഒരു വരം ആയിട്ട് നാരദ മഹർഷിയുടെ അടുത്ത്, എനിക്ക് ഒരു പുത്രഭാഗ്യം വേണം എന്നുള്ളത്. അങ്ങനെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള യാഗങ്ങളും ഒക്കെ നടത്തി അവസാനം ഒരു പുത്രനുണ്ടാവുകയാണ്. അങ്ങനെ ആ പുത്രനെ ഒരുപാട് ഭാര്യമാരൊക്കെ ഉണ്ടാവുമല്ലോ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക്. അപ്പോൾ അതുപോലെ ഈ ചിത്രകേതു മഹാരാജാവിനും ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഈ ഒരു പുത്രൻ ജനിക്കുകയാണ്. ആ പുത്രൻ ഉണ്ടായ ആ ഭാര്യയോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങി ചിത്രകേതു. അപ്പോഴാണ് മറ്റുള്ള സപത്നിമാർക്കൊക്കെ വല്ലാത്ത ദേഷ്യവും അസൂയയും ഒക്കെ വന്ന് എങ്ങനെയെങ്കിലും ഈ രാജാവിന് ഈ ഭാര്യയോടുള്ള സ്നേഹം ഇല്ലാതാക്കണം എന്നുള്ള, അതുപോലെ തന്നെ അദ്ദേഹം മുഴുവൻ സമയവും ഒരുപാട് കാലം കാത്തിരുന്നുണ്ടായ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമയവും അദ്ദേഹം കുട്ടിയുടെ കൂടെ ചിലവഴിക്കാൻ തുടങ്ങി. അപ്പോൾ അത് മറ്റുള്ള ഭാര്യമാർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ഇതിനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് കൂടിയാലോചിച്ച് അവസാനം ഒരു വിഷം കൊടുത്ത് കുട്ടിയെ കൊല്ലുക എന്നുള്ള ഒരു കൊലപാതകത്തിൻ്റെ ഒരു പ്ലാനാണ് അവർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എന്നോ തുടങ്ങിയതാണ് ഇങ്ങനെയുള്ള ഗൂഢാലോചനകളും ഇത്രയും ഹീനമായ പാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പണ്ട് മുതൽക്കേ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് കാണിച്ചു തരുന്നത്. ഒരു കുട്ടീനെ ഇങ്ങനെ കൊല്ലണം എന്നൊക്കെ തോന്നണമെങ്കിൽ എത്രമാത്രം മനസ്സിൽ എത്രമാത്രം അസൂയയും രാഗദ്വേഷങ്ങളുടെ ഒരു കളിയുണ്ടാവണം, അല്ലേ? അപ്പോൾ അങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു ദുഃഖത്തിലേക്കാണ് ചിത്രകേതു ചെന്നെത്തുന്നത്. അങ്ങനെ കുട്ടി
കുട്ടി പാല് കുടിച്ച് കിടക്കുന്ന കുട്ടിക്ക് പതുക്കെ പോയി വിഷം കൊടുത്ത് കുട്ടി അവിടെ കുട്ടിയുടെ ശരീരം അവിടെ മരിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് അമ്മ വന്ന് നോക്കുന്നത്. എവിടെ മോനെവിടെ എന്ന് നോക്കി പറഞ്ഞു, കുട്ടീനെ വിളിച്ച് നോക്കി, കുട്ടി എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും വിളിച്ച് ഉണർത്തിയിട്ടും കുട്ടി ഉണരുന്നില്ല. അങ്ങനെ മനസ്സിലാവുകയാണ് കുട്ടി മരിച്ചു എന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി വിലപിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ 14-ാം അധ്യായത്തിൽ. അങ്ങനെ പരീക്ഷിത് പറയാണ്, രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാപ്മനഃ നാരായണേ ഭഗവതി കഥമാസീത് ദൃഢാമതിഃ. ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ജാമലാത്മനാം ഭക്തിർമുകുന്ദചരണേന പ്രായേണോ ഓപജായതേ. ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഇത്രയും ഭക്തി ഉണ്ടായത്? വൃത്രന് ഭഗവാനായ നാരായണനിൽ ഇപ്രകാരം എങ്ങനെ ഉറച്ച ബുദ്ധി ഉണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ ചിത്രകേതുവിന് ആ ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്, 38-ാമത്തെ ശ്ലോകം. ചിത്രകേതോരതിപ്രീതിർയഥാദാരേ പ്രജാവതി ന തഥാന്യേഷു സഞ്ജജ്ഞേ ബാലം ലാളയതോന്വഹം താഹ പര്യതപ്യന്നാത്മാനം ഗർഹയന്ത്യോ അഭ്യസൂയയാ ആനപത്യേന ദുഃഖേന രാജ്ഞോ അനാദരണേന ച. നിത്യവും ബാലനെ ലാളിക്കുന്ന ചിത്രകേതുവിന് പുത്രനോടൊത്ത് ഉള്ള പത്നിയിൽ ഉള്ളിടത്തോളം പ്രേമം മറ്റുള്ളവരിൽ ആരിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃതദ്യുതി എന്നാണ് ആ ഭാര്യയുടെ പേര്. അങ്ങനെ ആ കൃതദ്യുതിയുടെ പുത്രൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർ സപത്നിമാർ വന്ന് വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കി കുഞ്ഞെ, ഭാഗ്യം കെട്ട ഞാൻ മന്ദഹാസത്തോടു കൂടിയതും പ്രസന്ന വീക്ഷണനോടുകൂടിയുമായ നിൻ്റെ മുഖകമലം മുമ്പിലത്തെ പോലെ കാണുന്നില്ല, കണ്ണു തുറക്കൂ കുട്ടീനോട് പാല് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ അമ്മ ഇങ്ങനെ വിളിച്ചു ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ശ്ലോകം 58-ാമത്തെ. നാഹം തനൂജദൃശേ ഹതമംഗളാതേ മുഗ്ധസ്മിതം മുദിത വീക്ഷണമാനരാബ്ജം കിം വാഗതോ അസ്യ പുനരന്വയമന്യലോകം നീതോ ഘൃണേന ന ശൃണോമി കളാഗിരസ്തേ. അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ 15-ാം അധ്യായത്തിലാണ് പിന്നെ വരുന്നത്. 6-ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. ഭൂതൈർഭൂതാനി ഭൂതേശഃ സൃജത്യവതി ഹന്ത്യജഃ ആത്മസൃഷ്ടൈരസ്വതന്ത്രൈരനപേക്ഷോപി ബാലവത്. അപ്പോൾ ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ശവത്തിൻ്റെ അടുത്ത് വീണ് ശോകാധിക്യത്താൽ മൃതപ്രായനായി കിടക്കുന്ന രാജാവിനെ സദ്വാക്യങ്ങളാൽ ബോധമുണ്ടാക്കിക്കൊണ്ട് നാരദനും അങ്കിരസ്സും കൂടി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ നാരദ മഹർഷി എത്തിച്ചേരുകയാണ്. അപ്പോൾ കുട്ടി ഉണ്ടാവാനുള്ള അനുഗ്രഹം കൊടുത്തതും അദ്ദേഹം തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിച്ചേരുകയാണ്. എന്നിട്ട് ചിത്രകേതുവിന് ഈ ഒരു അവസരത്തിൽ ജ്ഞാനത്തിന് ചിത്രകേതു പ്രാപ്തനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ജ്ഞാനിയായ മഹർഷിമാർ അദ്ദേഹത്തിന് ജ്ഞാനം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്താണ്? അപ്പോൾ ഈ പുത്രൻ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആ ദുഃഖം, പുത്രനില്ലാത്തതിൻ്റെ ആ ദുഃഖം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഈ കുട്ടി ഉണ്ടായി കുട്ടി മരിച്ച ആ ദുഃഖം. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഏതാണ്
കൂടുതൽ ദുഃഖം? ചിന്തിച്ച് നോക്കുക. ഏതാണ് കൂടുതൽ വേദനിപ്പിക്കുക? കുട്ടിയുണ്ടായി മരിച്ച വേദന അതൊരു ഭാഗത്ത്. അത് ആണോ? അതല്ല അതിന് മുമ്പുണ്ടായിരുന്ന കുട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖമാണോ? അപ്പോൾ ഇതാണ് പലപ്പോഴും നമ്മൾ പലതും ആഗ്രഹിച്ച് ജീവിതത്തിൽ ഓരോന്ന് വരുന്ന സമയത്താണ് നമുക്ക് അത് കൊണ്ടുവരുന്ന ദുഃഖങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ചിലർക്കൊന്നും ഇതെല്ലാറ്റിലും കൂടിയൊന്നും ഗോ ത്രൂ ചെയ്യേണ്ടി വരില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള കർമ്മം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴൊക്കെ എങ്ങനെ നമ്മുടെ ലക്ഷ്യം ഈ ഭഗവാനാണെന്ന് ഉറപ്പിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു അവസ്ഥയിലും, ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലും മനസ്സിൻ്റെ ശാന്തി കൈവിടാതെ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പക്വത മനസ്സിന് കൈവരുന്നു. അപ്പോൾ ഈ ചിത്രകേതുവിന് അതില്ലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ആഗ്രഹിച്ച് മനസ്സിൻ്റെ രാഗം കൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അവസാനം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാണ്. അപ്പോൾ എത്തിച്ചേരുമ്പോഴും മനസ്സിലാക്കുന്നത് ജ്ഞാനം അപ്പം ജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഹർഷി ആദ്യം പോയി കണ്ടത് ചിത്രകേതുവിനെ. പക്ഷേ മനസ്സിന് ശാന്തിയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ജ്ഞാനത്തിന് തയ്യാറല്ല അയാളുടെ മനസ്സ്. അപ്പോൾ മനസ്സിലാവുകയാണ്, ശരി, നിങ്ങൾക്ക് ഇങ്ങനെ പല ദുഃഖാനുഭവങ്ങളിലൂടെ പോയി കഴിഞ്ഞാലേ മനസ്സിന് പക്വത വരുള്ളൂ എങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ. ഇതാണ് പ്രകൃതിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ള. പല അവസരങ്ങളും നമുക്ക് തരും ജ്ഞാനത്തിലേക്ക് പോകാൻ. നമ്മളതൊന്നും എടുക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ദുഃഖപൂർണമായ പല സിറ്റുവേഷൻസിലൂടെയും നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടി വരും. ഈ ജ്ഞാനം വേണ്ട എന്ന് നമ്മൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. അതിലൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്ത ആ ഒരു പക്വത ആർജിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു പാതയിൽ തന്നെയാണുള്ളത്. ഈ ജ്ഞാനത്തിലേക്ക് എത്താനുള്ള പാതയിലാണ്. പക്ഷേ ഓരോരുത്തർക്കും സമയമെടുത്ത് ഈ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിത്രകേതുവിന് ഇങ്ങനെ ഒരു അനുഭവം വന്നതോടുകൂടി ഇനിയുള്ള നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണ് ചിത്രകേതു ഈ ജ്ഞാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ശ്രീ സുഖബ്രഹ്മർഷി പറയുകയാണ്, മണൽത്തരികൾ ഒഴുക്കിൻ്റെ വേഗത്താൽ ഒന്നിച്ചുകൂടുകയും ഇടയ്ക്ക് വേർപെട്ടു പോവുകയും ചെയ്യുന്നത് പോലെ പ്രാണികൾ കാലത്തിൻ്റെ വേഗത്താൽ ഇടയ്ക്ക് ഒന്നിച്ചുകൂടുകയും ഇടയ്ക്ക് വിയുക്തരായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ എത്ര രസകരമായിട്ടാണ് ഇവിടെ പറയുന്നത് നോക്കൂ. നമ്മൾ ഈ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള ഇതാണ് കുടുംബം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഓരോ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും ഓരോ കുടുംബാംഗങ്ങളും ഈ ഓരോ സമയത്ത് വന്നു ചേർന്ന് ഇങ്ങനെയൊരു കുടുംബമായി രൂപപ്പെടുന്നു അല്ലേ. കുട്ടി ജനിച്ചു, അങ്ങനെ ഓരോ കുട്ടികളായി ജനിച്ചു, അവർ വലുതാവുന്നു, അവർ പിന്നെ വിവാഹം കഴിക്കുന്നു, അവർക്ക് കുട്ടികളുണ്ടാവുന്നു. അങ്ങനെ കുടുംബം അങ്ങനെ ഓരോ സമയത്ത് ഓരോ പുതിയ മെമ്പേഴ്സ് വന്ന് ഇങ്ങനെ കുടുംബമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുടുംബമായി തീരുകയും സമയം വരുമ്പോൾ അവർ വിട്ട് പോകുന്നതും അതിനുള്ളൊരു നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ഒഴുക്കിൻ്റെ വേഗത്താൽ ഇപ്പോൾ ഒരു കടൽ തീരത്ത് നമ്മൾ പോവാണ്. അപ്പോൾ നിറയെ മണൽത്തിട്ടകളാണ്. മണലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ തിരയുടെ കൂടെയും ഇങ്ങനെ മണൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഒഴുക്കിൻ്റെ വേഗത്താൽ ഒന്നിച്ചു കൂടുകയും, ഒരു ഒഴുക്കിൻ്റെ വേഗത്താലാണ് ഇത് ഒന്നിച്ചു കൂടുന്നത്. അതുപോലെ നിയതിയുടെ നമ്മുടെ കർമ്മത്തിൻ്റെ ഒരു ഒഴുക്ക്, അതാണ് ഇവിടെ ഉള്ള ഒഴുക്ക്. അതാണ് കർമ്മത്തിൻ്റെ ഒഴുക്കുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഈ ജന്മഭ്രമത്തിൽ ഏതൊരു വാസനയോടുകൂടിയാണോ ശരീരം ഉപേക്ഷിച്ചത്, ആ ഒരു രാഗദ്വേഷങ്ങളോടുകൂടി തന്നെ പിന്നെ അടുത്ത ശരീരം
ജന്മഭ്രമത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഏതൊക്കെ വ്യക്തികളോടോ ഏതൊക്കെ സാഹചര്യങ്ങളോടോ ഒക്കെയാണോ നമ്മൾ മനസ്സ് ഒട്ടിപ്പിടിച്ച് നിന്നത്, അത് തന്നെ പിന്നെയും വരുന്നത്. അപ്പോൾ ഈ ബാച്ചായിട്ടാണ് വരുന്നത് കുടുംബങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ അതാണ് ഇവിടെ പറയുന്നത്, മണൽത്തരികൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ഒന്നിച്ചു കൂടുന്നു കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് സമയത്തേക്ക് മണൽത്തരികൾ. പിന്നെ ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോകുന്ന സമയത്ത് അവർ വേർപെട്ട് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കർമ്മത്തിൻ്റെ ഒഴുക്കിനാൽ ആളുകൾ കുടുംബം എന്ന പേരിൽ ഒരുമിക്കുകയും ആ കർമ്മത്തിൻ്റെ ഒഴുക്കിനാൽ തന്നെ അവർ വേർപെട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ വിട്ടു നിൽക്കേണ്ട സാഹചര്യം വരുന്നതും ഒരുപക്ഷെ വിവാഹമോചനം അങ്ങനെയുള്ള ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുന്നതും എല്ലാം ഇങ്ങനെയൊരു ഇൻവിസിബിൾ ഫ്ലോ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലോവിനനുസരിച്ചാണ് ജീവിതത്തിൽ ഓരോന്നും നടക്കുന്നത് എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ അതിൽ പറയാണ് 6ാമത്തെ ശ്ലോകത്തിൽ, ഈ സർവചരാചരങ്ങളും ജന്മത്തിനു മുമ്പും മരണശേഷവും എപ്രകാരം ഇല്ലയോ അപ്രകാരം വർത്തമാനകാലത്തും ഇല്ലതെന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? 5ാമത്തെ ശ്ലോകമാണ്, വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണത്. വയം ചത്വം ചയേ ചേമേ തുല്യകാലാശ്ചരാചരാഃ ജന്മമൃത്യോർയഥാ പശ്ചാത് പ്രാങ്നൈവ മധുനാ വിഭോഃ. അപ്പോൾ ഞങ്ങളും അങ്ങയും വർത്തമാനകാലത്തുള്ള ഈ സർവചരാചരങ്ങളും ജന്മത്തിനു മുമ്പും മരണത്തിനു ശേഷവും എപ്രകാരം ഇല്ലയോ അപ്രകാരം വർത്തമാനകാലത്തും ഇല്ല തന്നെ. അപ്പം ഈ ചിത്രകേതുവിനെ ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മഹർഷിമാർ, നാരദ മഹർഷിയും അംഗിരസ മഹർഷിയും കൂടെ. അപ്പോൾ പറയാണ്, അപ്പോൾ ഈ ജനിച്ചു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ മരിച്ചു എന്ന് തോന്നുന്ന ആ നിമിഷം വരെ എന്നുള്ളൊരു കാലഘട്ടം, അതിന് ജനിച്ചു എന്ന് തോന്നുന്ന ആ നിമിഷത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം, മരിച്ചു എന്ന് തോന്നുന്ന കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം, ഇങ്ങനെ ഒരു നടുവിലൊരു പോസും വർത്തമാനകാലം, അതിന് പാസ്റ്റും ഫ്യൂച്ചറുമായിട്ടുള്ള ഒരു പോസും. അപ്പോൾ അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് ആണ് ഇത് കാണുന്നത്, ജീവിതത്തിനെ കാണുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ഈ ജനിച്ചതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നോ ഒന്നും നമുക്കറിയില്ല. അത് ഈ നിമിഷത്തിൽ പ്രസൻ്റ് അല്ല, അതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അതേപോലെ തന്നെ ഈ ശരീരം മരിച്ചു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫ്യൂച്ചർ നമുക്കറിയില്ല, അത് ഇപ്പോൾ പ്രസൻ്റ് അല്ല. അതുപോലെ തന്നെ ഇപ്പം ഈ കാണുന്ന വർത്തമാനകാലം നമ്മളിതൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇന്നലെ കഴിഞ്ഞു, ഇന്നലെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി, അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് ഇപ്പം ഇവിടെ അവശേഷിക്കുന്നുണ്ടോ ഈ നിമിഷത്തിൽ? അപ്പം ഈ നിമിഷം അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ പാസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുന്നോ അതൊക്കെ സംഭവിച്ചത് ഈ നിമിഷത്തിലാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ നിമിഷം എന്ന ഒരു അനുഭവത്തിലൂടെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തത്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ നിമിഷത്തിൻ്റെ ഒരു അനുഭവമാണ്. നമുക്കൊരിക്കലും ഒരനുഭവവും കഴിഞ്ഞ കാലത്തിലേക്ക് തിരിച്ചു പോയി അനുഭവിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് പോയിട്ട് അനുഭവിക്കാനും പറ്റില്ല. നമ്മൾക്കാകെ ഉള്ളത് ഈ നിമിഷമാണ്. അപ്പോൾ അതാണ് ഈ നിമിഷം എന്ന് പറയുന്ന ആ ഒരു സത്യം. അതിൽ എന്താണ് പ്രപഞ്ചാനുഭവം? കുറേ കാഴ്ചകളും ശബ്ദങ്ങളും സംവേദനങ്ങളും ചിന്തകളും വിചാരവികാരങ്ങൾ, കുറച്ച് ഗന്ധങ്ങൾ, കുറച്ച് സ്പർശന സംവേദനങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവം, അതല്ലേ പ്രപഞ്ചം. അപ്പോൾ ഈ നിമിഷത്തിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് രൂപമില്ലാതിരിക്കുന്ന ഈ ബോധം, ആ ബോധത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് മാത്രമാണ് സത്യം.
ഈ ബോധം ഉണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകളാണിത്. ഈ ബോധം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശബ്ദങ്ങളാണിത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടക്കം. അപ്പോൾ ഇങ്ങനെ ഒരു ബോധത്തിൻ്റെ അതിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഉപനിഷത്തുകളൊക്കെ പറയുന്നു ദൃക്ക് ദൃശ്യം, ഒന്ന് കാണുന്ന ആളും കാണപ്പെടുന്ന വസ്തുവും ഇങ്ങനെ രണ്ടായിട്ട് ആണ് പറയുന്നത്. അപ്പോൾ ഈ ദൃഷ്ടാവിലേക്ക് ശ്രദ്ധ കൊണ്ട് നമ്മളെപ്പോഴും ദൃശ്യത്തിൽ സ്റ്റക്കാണ്. ആരാണ് അറിയുന്നത് എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിച്ച് നോക്കുന്നില്ല. അറിയുന്ന ഈ വസ്തു രൂപമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപമായ ബോധമാണ്. അത് തന്നെയാണ് ഈശ്വരനും. അപ്പോൾ ആ ഈശ്വരനിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരുന്നത് ഈ മഹർഷിമാർ. ദൃശ്യത്തിൽ നിന്ന് ശ്രദ്ധ ദൃഷ്ടാവിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം അങ്ങനെയാണ് ജ്ഞാനം കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ എങ്ങനെയാണോ ഭൂതകാലവും ഭാവിയും നമ്മൾക്ക് ഇപ്പോൾ സത്യമല്ല എന്നുള്ളത്, അതുപോലെ തന്നെ വർത്തമാനകാലവും സത്യമല്ല. കാരണം എന്താ, ഇത് മുഴുവനും ഈ മായയുടെ ഭാഗമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്തോറും നമ്മൾ ആ ഒരു ഭയത്തിൻ്റെ ഒരു ഗ്രിപ്പ് മനസ്സിന് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഗ്രിപ്പ് പതുക്കെ ലൂസനപ്പ് ചെയ്യും. ഈ ഭാഗവതത്തിലെ ജ്ഞാനമൊക്കെ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ ജ്ഞാനം അപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഭയത്തിൻ്റെ ഗ്രിപ്പ് പതുക്കെ ലൂസായി വരുന്നുണ്ട് എന്നുള്ളത്. പെട്ടെന്ന് വിറച്ചു പോയില്ല. കാര്യങ്ങൾ ഒക്കെ കാണുമ്പോഴും ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ, മുമ്പ് ഭയപ്പെടുന്ന ആ സാഹചര്യങ്ങൾ വരുമ്പോഴും മനസ്സിനൊരു ഭയങ്കര ശക്തി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ജ്ഞാനത്തിൻ്റെ പവർ അതാണ്. അത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അതുവരെ മനസ്സിലാവില്ല. ഈ പറയുന്ന സ്പെസിഫിക്കലി ഈ പോയിന്റ് ഈ ജ്ഞാനം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ജ്ഞാനം. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. അപ്പോൾ ഏതൊക്കെയാണോ ഇവിടെ കാണപ്പെടുന്നത് അവിടെ മുഴുവനും ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശാവാസ്യമിതം സർവം. അതേപോലെ തന്നെ നേഹ നാനാസ്തി കിഞ്ചന, ലേശം പോലും മറ്റൊന്നില്ല എന്നുള്ള സത്യം. ഈ ഒരു സത്യമാണ് നമ്മൾ ജീവിതത്തിൽ അത് ഏത് സാഹചര്യം വരുമ്പോഴും തുടക്കത്തിൽ കുറച്ച് എഫേർട്ടൊക്കെ ഇടേണ്ടി വരും. തുടക്കത്തിൽ കുറച്ചൊരു ശക്തിയൊക്കെ നമുക്ക് മനസ്സിന് സംഭരിക്കേണ്ടി വരും. കാരണം നമ്മളിത് കുറേ കാലമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് മുഴുവൻ സത്യമാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ. നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു. അത് ഒരേ സീന് തന്നെ കാണുന്ന ഓരോരുത്തരും പല തരത്തിലാണ് അത് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മുജിബാബ് പറയുന്ന ഒരു ഉദാഹരണമാണിത്. ഒരു ജ്ഞാനി ഒരു സത്സംഗത്തിൻ്റെ അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിൽ എല്ലാവരെയും നോക്കി അവരോടൊക്കെ പറഞ്ഞു, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില ഒരു അനുഭവം എഴുതാൻ പറഞ്ഞു. അപ്പോൾ അവരത് എഴുതി പേപ്പറിൽ വെച്ചു. എന്നിട്ട് അത് അവരോട് തന്നെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു സെൻറ്റൻസ് അദ്ദേഹം എഴുതി കൊടുത്തു. അപ്പോൾ ആ സെൻറ്റൻസ് വായിച്ചപ്പോൾ ഇവർക്കെല്ലാം തോന്നിയത് അവരവരുടെ അനുഭവം വെച്ചിട്ടാണ്, അതിൻ്റെ കണ്ണാടിയിലൂടെയാണ് അവർ നോക്കുന്നത്. അദ്ദേഹം എഴുതി കൊടുത്ത ആ ഒരു വരി അതെന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഓരോരുത്തർക്കും അനുഭവപ്പെട്ടത് ഇത് എനിക്ക് വേണ്ടി പേഴ്സണലായി എഴുതിയിട്ടുള്ള ഒരു മെസ്സേജാണെന്നാണ്. അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ കാരണം ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് അത് നോക്കുന്നത്. അങ്ങനെ അപ്പോൾ എന്താണ്, വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ആ ഒരു സെൻറ്റൻസിന് അവർ ഓരോരുത്തരും കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതുപോലെ നമ്മൾ കാണുന്നത്, നമ്മൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഓരോരുത്തരും ഓരോ ലോകമാണ് കാണുന്നത്. അവരവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ളൊരു ലോകമാണ് അവരവർ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വർത്തമാനകാലം എന്ന് പറയുന്നതും നമ്മളുടെ മനസ്സിൻ്റെ ഭാവനകൾക്കനുസരിച്ചിട്ടാണ്. ഒരേ അനുഭവം. ഇപ്പോൾ ഒരാൾ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ എതിർവശത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ മുൻഭാഗത്തിരുന്നാൽ നമ്മൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുടെ അപ്പുറത്തും ഇപ്പുറത്തും അടുത്തടുത്ത വീടാണ്. അപ്പോൾ കാണാൻ പറ്റും. ഈ ഉമ്മറത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലത്തെ ഉമ്മറത്തിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അടുത്തുള്ള രണ്ട് വീടുകളാണെന്ന് വിചാരിക്കും. ഒരു വീട്ടിൽ ഗൃഹനാഥൻ ഇങ്ങനെ ഉമ്മറത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കൊതുക് വരാൻ തുടങ്ങി. സന്ധ്യാസമയമാണ്, കൊതുക് വരാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, വല്ലാതെ കൊതുക് വരുന്നുണ്ട്, ഞാൻ അകത്തേക്ക് പോവാണ് എന്ന് കരുതി ഇദ്ദേഹം എണീറ്റ് പോയി അകത്ത് പോയി വാതിലടയ്ക്കുമ്പോഴാണ് എതിർവശത്തുള്ള വീട്ടിലുള്ള ആ ആള് പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ വാതിലടയ്ക്കുന്ന ആൾ മറ്റേ ആളെ കാണുന്നേ ഇല്ല. കൊതുക് വന്നതുകൊണ്ട് വാതിലടച്ചു എന്ന് മാത്രം. പക്ഷെ എതിർവശത്ത് ഉള്ള ഈ ആളെന്ത് വിചാരിക്കുന്നു, വീട്ടിലുള്ള ആളെന്ത് വിചാരിക്കുന്നു, അയാളുടെ മനസ്സിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് അയാൾ കാണുന്നത് എന്താ വെച്ചാൽ, ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഇയാൾ എൻ്റെ മുഖത്ത് നോക്കി വാതിലടച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? അതേ അല്ല, അങ്ങനെ ഒരു സംഭവമല്ല. ഈ വാതിലടച്ച ആൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അയാൾ കൊതുക് വരണ്ട, വീടിൻ്റെ ഉള്ളിലേക്ക് കൊതുക് കയറണ്ട വിചാരിച്ച് വാതിലടച്ചതാണ് സന്ധ്യാസമയത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായ പല സംഭവങ്ങളും നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ഭാവനകളായിരിക്കാം. നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും, പലതും നമ്മൾ ചിന്തിച്ചു കൂട്ടി, ഇതുകൊണ്ടാണ് ഇയാളിങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇയാളിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക, അങ്ങനെയായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഒരിക്കലും ആളുകളെ വിലയിരുത്തുമ്പോൾ ഇങ്ങനെയൊരു പോസിബിലിറ്റിയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ വി ഡോണ്ട് നോ, ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു കഥയുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ കുരിശ് ചുമക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഏതൊരു സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദത്താലാണ് അയാളത് ചെയ്തത്, അല്ലെങ്കിൽ അയാൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളും ഇയാളുടെ സ്വഭാവ രൂപീകരണത്തിന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? അപ്പോൾ അതുപോലെ അതാണ്. അപ്പോൾ വർത്തമാനകാലവും അതുപോലെ തന്നെയാണ്. ഈ കാഴ്ചകളും ശബ്ദങ്ങളും ചിന്തകളും എല്ലാം ഈ ഭ്രമപരമ്പരയുടെ ഭാഗമാണ്. അപ്പോൾ പക്ഷേ ഈ ഭ്രമപരമ്പരയൊക്കെ ഉണ്ടാവണമെങ്കിൽ വളരെ സത്യമായ ഒരു കാരണമായിട്ടുണ്ടാവണം. അപ്പോൾ ഈ സത്യം എന്താണ്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന രൂപമില്ലാത്ത ഒരു മണ്ഡലം, ഒരു അറിവിൻ്റെ മണ്ഡലം നമ്മുടെ ഉള്ളിലുണ്ട്. അത് മാത്രമാണ് സത്യം. അതിങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്ന മായാജാല പ്രകടനങ്ങളാണ് ജാഗ്രത അവസ്ഥ എന്ന പേരിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാണ് ഇവിടെ 5-ാമത്തെ ശ്ലോകത്തിൽ, ജ്ഞാനത്തിൻ്റെ മറ്റൊരു ഭാഗം 6-ാമത്തെ ശ്ലോകത്തിൽ, ഭൂതൈർഭൂതാനി ഭൂതേശഃ സൃജത്യവതി ഹന്ത്യജഃ ആത്മസൃഷ്ടൈരസ്വതന്ത്രൈരനപേക്ഷാപി ബാലവത്. ജന്മാതി വികാരരഹിതനായ സർവേശ്വരൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ ബോധാകാശം, ചിതാകാശം, അറിവിൻ്റെ മണ്ഡലം എന്ന് പറയുന്ന ഈ ഫീൽഡ് ഓഫ് അവെയർനെസ്, ആ അവെയർനെസ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ജന്മാതിരഹിതൻ, ഒരിക്കലും ജനിച്ചിട്ടേയില്ല. ഇതൊക്കെ നമ്മളുടെ ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഭാഗവതം എന്ന് മനസ്സിലാക്കി വേണം നമ്മളിത് കേൾക്കാൻ. അല്ലാതെ ഒറ്റ ദൂരത്തിരിക്കുന്ന ഏതോ ഒരു ശക്തിയെക്കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്, നമ്മളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു ആത്മകഥയാണ് എന്ന് വേണേൽ പറയാം ഭാഗവതം എന്ന് പറഞ്ഞാൽ. ഭഗവാനെക്കുറിച്ച്, നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജന്മാതി വികാരരഹിതനായ സർവീശ്വരൻ തൻ്റെ മായയാൽ തന്നിൽ വെച്ച് തന്നെ സൃഷ്ടിക്കപ്പെടുന്നവയും അസ്വതന്ത്രങ്ങളുമായ ഭൂതങ്ങളെ കൊണ്ട് പ്രാണികളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഒന്നിൻ്റെയും അപേക്ഷയില്ലാത്തവനാണെങ്കിലും
ബാലനെപ്പോലെ ലീലയാ സൃഷ്ടിയാദികൾ ചെയ്യുന്നു. അപ്പം കുട്ടികൾ എങ്ങനെയാണോ, കുട്ടികൾ കളിക്കില്ലേ ഇങ്ങനെ പല പല കളികളും കളിക്കും, വീട് വെച്ച് കളിക്കും. അപ്പം അങ്ങനെയൊക്കെ കളിക്കുന്നത് പോലെ ഈ ഭഗവാൻ, ജന്മാതിരഹിതനായ ഭഗവാൻ, ഈ രൂപമില്ലാത്ത സർവേശ്വരൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ പല പല രൂപങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവിന് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക രൂപം എടുക്കാൻ സാധ്യമല്ല. അതിന് ചലിക്കാൻ സ്ഥലമില്ല, അതിന് മാറാൻ സ്ഥലമില്ല. അത് മാത്രമേ ഉള്ളൂവെങ്കിലും അത് എന്തായി മാറും? ആകാശം നോക്കൂ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ആകാശത്തിന് വേറെ എവിടേക്കെങ്കിലും മൂവ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇല്ല. അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഒരിക്കലും ഒരു ചെറിയ രൂപമായിട്ടോ വലിയ രൂപമായിട്ടോ ഒന്നും മാറാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് ഈ കാണുന്നതൊക്കെ? അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണ് ഇവിടെ ഒറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്. എന്താണ്? മായയാൽ തന്നിൽ വെച്ച് തന്നെ സൃഷ്ടിക്കപ്പെട്ടവയും അസ്വതന്ത്രങ്ങൾ. ഈ ക്യാരക്ടേഴ്സാണ്, നമ്മളൊക്കെ ഈ മൂവിയിലുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു സിനിമയിലെ ഒരു നടന് സ്ക്രിപ്റ്റ് മാറ്റാൻ പറ്റില്ല, സംവിധായകൻ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് മാറ്റാൻ പറ്റില്ല, കഥ മാറ്റാൻ പറ്റില്ല. അയാൾക്ക് കൊടുത്തിരിക്കുന്ന വേഷം, അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ് പറയാനേ പറ്റുള്ളൂ, അല്ലേ? അതുപോലെ നമ്മൾക്കൊന്നും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഒന്നുമില്ല, നമുക്ക് ഈ നിയതിയെ മാറ്റിമറിക്കാനുള്ള. അപ്പോൾ എന്താണ് ഈ തന്നിട്ടുള്ള വേഷം ഗംഭീരമായിട്ട് കളിച്ചു പോവുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണിത്. അപ്പോൾ ബാലനെപ്പോലെ ലീലയാ, ലീല കൊണ്ട്, ലീല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് പക്ഷേ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിവുള്ളത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു തടാകത്തിൻ്റെ കരയിൽ പോയി ഇരുന്നിട്ട് നമ്മളിങ്ങനെ അതിലേക്ക് നമ്മുടെ മുഖത്തിൻ്റെ പ്രതിബിംബം കാണുന്നു. അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്ത് കാണാം? നമ്മൾ തെളിഞ്ഞ വിളക്കൊന്നുമില്ലാത്ത ആ വെള്ളം ആണെങ്കിൽ, ശാന്തമായിട്ടുള്ള ഒരു ജലപ്പരപ്പാണെങ്കിൽ അതിൽ നമുക്ക് നമ്മളുടെ മുഖത്തിൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണാം. യഥാർത്ഥത്തിൽ മുഖമുണ്ടോ വെള്ളത്തിൽ? ഇല്ല, അതൊരു പ്രതിബിംബം മാത്രമാണ്, അല്ലേ? വെള്ളത്തിൽ മുഖം ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു മുഖം ഉള്ളത് കാരണമാണ് അങ്ങനൊരു പ്രതിബിംബം കാണുന്നത്, അല്ലേ? അതുപോലെ യഥാർത്ഥത്തിൽ ഈ ജഗദീശ്വരൻ, രൂപമില്ലാത്ത ജഗദീശ്വരൻ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഈ വെള്ളത്തിൽ നമ്മുടെ ഇപ്പം പറഞ്ഞ പ്രതിബിംബം കാണുന്നത് പോലെ രൂപങ്ങൾ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന രൂപങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നതല്ല, ഇത് ഭാഗവതം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് തുടക്കത്തിലൊക്കെ നമുക്ക് ഇത് ഭാവന ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കാം ചിലർക്കൊക്കെ. അത് എത്രത്തോളം എളുപ്പമാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളുടെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നമ്മൾക്കിത്, ഈ ജ്ഞാനം ഗ്രാസ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഒരുവിധം മനസ്സ് കുറച്ചൊക്കെ ശാന്തമായ, കുറച്ച് രാഗദ്വേഷങ്ങളൊക്കെ അടങ്ങി, കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഒരു ശമനം വന്ന മനസ്സാണെങ്കിൽ വലിയ പ്രയാസമില്ലാതെ ജ്ഞാനം ഗ്രഹിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പിന്നാലെ നടക്കുന്ന, ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സൊക്കെ ഉള്ള മനസ്സാണെങ്കിൽ ഈ ജ്ഞാനം പെട്ടെന്നൊന്നും അകത്തേക്ക് വരില്ല. അത് കുഴപ്പമില്ല, അത് സമയമെടുത്ത് പതുക്കെ ഈ ജ്ഞാനം ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് സാധിക്കും. അത് നമ്മൾക്കൊരാഗ്രഹം അങ്ങനെ വെക്കുകയാണെങ്കിൽ, എനിക്കറിയണം, സത്യം അറിയണം എന്ന ആഗ്രഹം. സത്യം എപ്പോഴും നമ്മുടെ മുന്നിൽ പ്രസൻറ്റാണ്. പക്ഷേ നമ്മൾക്ക് അത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾക്കത് ഗ്രഹിക്കാനുള്ള പക്വത എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ കൃപ എന്ന് പറയും, ഗുരുകൃപ, ഭഗവാന്റെ കൃപ, അത് എപ്പോഴും നമ്മളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഗ്രേസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൃത്രാസുരൻ്റെ പ്രാർത്ഥന പറഞ്ഞു.
ഇനി അങ്ങയെ വിട്ട് എനിക്കൊരു ചക്രവർത്തി സ്ഥാനം പോലും എനിക്ക് യാതൊന്നും വേണ്ട ഭഗവാനെ. ഈ ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ തൻ്റെ അമ്മയെ കാത്തിരിക്കുന്നത് പോലെ എനിക്ക് ഭഗവാനെ അവിടുത്തെ മാത്രം മതി എന്ന് പറയാനുള്ള ആ ഒരു പക്വത നമ്മുടെ മനസ്സിന്, ആ ഒരു പ്രാർത്ഥനയ്ക്ക് തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തയ്യാറായിട്ടുള്ള ഒരു മനസ്സിന് തീർച്ചയായും ഈ ജ്ഞാനം ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ ലീലയാ സൃഷ്ടികൾ ചെയ്യുന്നു. അങ്ങനെ രാജാവിനെ ആശ്വസിപ്പിക്കുകയാണ്, സത്യം കാണിച്ചു കൊടുക്കുകയാണ് രാജാവിന്. ദേഹം നിമിത്തമായി പുത്രൻ്റെ ദേഹം മാതാവിൻ്റെ ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നത് പോലെ ഭൗതിക വസ്തുക്കളിൽ കാരണഭൂതങ്ങൾ എന്ന പോലെ ശാശ്വതമായി വർദ്ധിക്കുന്നു. അങ്ങനെ പറഞ്ഞു എന്താവുന്നു? ഈ മഹർഷിമാർ പറയുകയാണ് രാജാവിനോട്, ശരി, ഈ പുത്രൻ്റെ ആത്മാവിനെ നമുക്കിവിടെ വിളിച്ചു വരുത്താം. എന്നിട്ട് അങ്ങ് സ്വയം കണ്ടു നോക്കൂ എന്താണ് യാഥാർത്ഥ്യം. കാരണം ഈ കുട്ടിയെ ചൊല്ലിയാണ് കരഞ്ഞു വിളിച്ചപ്പോൾ മനസ്സ് അതി ദുഃഖത്തിൽ ആണ്ടുകിടക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ ഈ ജീവാത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു രംഗമാണ് ഇത്. വളരെ അപൂർവമായിട്ട് ഇങ്ങനൊരു രംഗം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഭാഗവതത്തിൽ. അപ്പം അതാണ് അങ്ങനെ പറയാണ്. ഇപ്പോൾ അപ്പോൾ ഇത്രയും പുത്രൻ ഇല്ലാത്ത ദുഃഖമായിരുന്നു ആദ്യത്തെ പ്രാവശ്യം മഹർഷി വന്നപ്പോൾ. ഇപ്പം നോക്കുമ്പോൾ എന്താണ്, 21-ാമത്തെ ശ്ലോകത്തിലും 22-ാമത്തെ 23-ാമത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്. ഇപ്പോൾ പുത്രസമ്പത്തുള്ളവർക്കുണ്ടാകാവുന്ന ദുഃഖം അങ്ങ് അനുഭവിച്ചു കഴിഞ്ഞു. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കുട്ടിക്ക് വരുന്ന ഓരോ ചെറിയ ഒരു ബുദ്ധിമുട്ട് പോലും നമ്മൾക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാക്കുന്നു അല്ലേ നമ്മുടെ മനസ്സിന്. നമ്മൾക്ക് വരുന്നതിനേക്കാളും അസുഖങ്ങളൊക്കെ വരുന്നതിനേക്കാളും വിഷമാണ് കുട്ടികൾക്ക് വരുന്ന സമയത്തല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം കണക്റ്റഡാണ്. അപ്പോൾ മഹർഷി പറയാണ്, ദുഃഖത്തിൻ്റെ ഹേതുവായിട്ട് തീരാം ഈ പുത്രന്മാരുണ്ടാവുക എന്ന് പറയുന്നത്. പുത്രൻ മാത്രമല്ല, നമുക്ക് നോക്കൂ, ചുറ്റും നോക്കൂ, എത്ര പേര് ഉണ്ട് അത്ര ശാന്തിയോടുകൂടി പുത്രസുഖം അനുഭവിക്കുന്നവർ. ചിലർക്കൊക്കെ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള എന്ന് വെച്ച് കുടുംബം ഉണ്ടാവണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഇത് ഏത് തരത്തിലും പോവാമെന്നാണ് പറയുന്നത്. ഇത് സന്തോഷത്തിലേക്കുള്ള വാതിൽ തുറക്കാം, അല്ലെങ്കിൽ ദുഃഖത്തിലേക്കുള്ള വാതിലും തുറക്കാം. അത് രണ്ടിനും പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് ഈ പുത്രേഷണ എന്ന് പറയുന്നത്. അപ്പോൾ പറയാണ്, പുത്രസമ്പത്തുള്ളവർക്കുണ്ടാകാവുന്ന ദുഃഖം ഇപ്പോൾ അങ്ങ് അനുഭവിച്ചല്ലോ. പുത്രൻ മാത്രമല്ല, പിന്നെയോ പത്നി, ഗൃഹങ്ങൾ, ധനം, പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ, നശ്വരമായ രാജ്യ ഐശ്വര്യങ്ങൾ, ഭൂമി, രാജ്യം, ഭണ്ഡാരം, ഭൃത്യന്മാർ, മന്ത്രിമാർ, സുഹൃത്തുക്കൾ മുതലായ സർവ്വ വിഷയങ്ങളും ശോകം, മോഹം, ഭയം, ആർത്തി എന്നിവയുണ്ടാക്കുന്നവയും ഗന്ധർവ നഗരം പോലെ അതിചഞ്ചലവും സ്വപ്നമായ മനോരാജ്യം എന്നിവ പോലെ മിഥ്യാഭൂതങ്ങളുമാണ്. അപ്പോൾ അങ്ങയുടെ ഐശ്വര്യവും അങ്ങയുടെ രാജസുഖങ്ങളും ഈ പത്നിമാരും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈർഷ്യ, രാഗദ്വേഷങ്ങൾ, അവരുടെ മനസ്സിൻ്റെ കളികൾ, ഇതെല്ലാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ കൂടെ വരാവുന്നൊരു ബാഗേജാണ്. അതും കൂടിയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വിവാഹം, ഒരു കുടുംബം ആയിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബാഗേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ അങ്ങ് അനുഭവിച്ചല്ലോ അല്ലേ. അപ്പോൾ ഇനി എന്ത് വേണം? ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കണം. ദേവർഷിയായ നാരദൻ മരിച്ചുപോയ രാജകുമാരനെ തൻ്റെ യോഗശക്തിയാൽ ജീവിപ്പിച്ച് വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന ബന്ധുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 16-ാം അധ്യായത്തിൽ അവിടെയാണ് ചിത്രകേതുവിന് ബോധോദയം ഉണ്ടാകുന്നത്. അഥ ദേവർഷിരാജൻ സംപരേദം നൃപാത്മജം ദർശയിത്വേതി ഹോവാച ജ്ഞാതീനാമനുശോചതാം. ദേവർഷി വിളിച്ചു വരുത്തുകയാണ് ഈ ജീവാത്മാവിനെ. തിരിച്ചു വരൂ, കുറച്ച് സമയത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഹേ ജീവാത്മാവേ, ഇതുപോലെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മാതാവിന് കംസൻ മുമ്പ് കൊന്ന 6 കുഞ്ഞുങ്ങളുടെയും ജീവാത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു രംഗം നമുക്ക് കാണാം. അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് സമയത്തേക്ക് വിളിച്ചു വരുത്തുന്നതാണ്. അമ്മയുടെ ദുഃഖം ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി, മനസ്സൊന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്
വിളിച്ചു വരുത്തുന്ന ഒരു രംഗമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തുന്ന സമയത്ത് ജീവാത്മാവേ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ, അങ്ങ് നിമിത്തമായ ദുഃഖം കൊണ്ട് വളരെ ദുഃഖിക്കുന്ന അങ്ങയുടെ മാതാപിതാക്കളെ കാണുക എന്ന് ദേവർഷിമാർ ഈ ജീവാത്മാവിനോട് പറയാണ്. അപ്പോൾ അങ്ങ് ഒന്ന് ശരീരത്തോടു കൂടി ഈ സിംഹാസനത്തിലിരിക്കൂ എന്ന് പറയാണ്. അപ്പോൾ കുട്ടി ഈ ജീവാത്മാവ് പറയാണ്, ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ. ജീവാത്മാവ് പറയാണ്, ഞാൻ ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ എന്നിങ്ങനെ പല പല യോനികളിൽ ജന്മം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൂർവകർമ്മങ്ങളാൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ജന്മഭ്രമത്തിൽ ഉണ്ടാകിയ രാഗദ്വേഷങ്ങൾ അടുത്തതിലും ആ ഒരു ഭ്രമത്തോടു കൂടി തന്നെ പുതിയ ജന്മഭ്രമം തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രാഗദ്വേഷങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ ഈ ഭ്രമം വിട്ടുമാറുന്നില്ല. അങ്ങനെ ഓരോ ജന്മങ്ങളിലായി ക്രമേണ അന്യോന്യം ബന്ധുക്കളായും ശത്രുക്കളായും മധ്യസ്ഥരായും രക്ഷകരായും ഉദാസീനരായും ദ്വേഷിക്കുന്നവരായും ഭവിക്കുന്നു. വലിയൊരു പ്രപഞ്ച സത്യമാണിത്. നമ്മൾ ഒരു കുടുംബം ആയിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഈ ആളുകൾ തന്നെ തമ്മിൽ മുമ്പത്തെ ജന്മഭ്രമങ്ങളിൽ ബന്ധുക്കളായും ശത്രുക്കളായും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ ബന്ധങ്ങളും എടുത്ത് നോക്കിയാൽ കാണാം, അതിൽ രാഗം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ദ്വേഷവും ഉണ്ടാവും. ഈ ദ്വേഷത്തിൻ്റെ ഒരു നിഴൽ ബന്ധങ്ങളിൽ കാണാം. എന്താണ് കാരണം? ഇവർ എപ്പോഴും സ്നേഹത്തോടെ ഉള്ള ബന്ധുക്കളായിട്ട് മാത്രമല്ല മുന്നത്തെ ജന്മങ്ങളിൽ ഉണ്ടായിരുന്നത്, ഇവർ ശത്രുക്കളായും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പല പല വേഷങ്ങൾ, ഈ ബാച്ച്, ഒരു കൂട്ടം ജീവാത്മാക്കൾ തന്നെ പല പല വേഷത്തിൽ പല പല ജന്മഭ്രമങ്ങളിൽ വരുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഏത് ജന്മത്തിൽ, അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഇങ്ങനെ പല പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ, പല പല അച്ഛനമ്മമാരും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മഹർഷിമാരെ ഇതിൽ ഇവർ ഏത് ജന്മത്തിലെ മാതാപിതാക്കളാണ് എനിക്കറിയില്ല. എല്ലാവർക്കും ഓരോ ജന്മങ്ങളിലായി ക്രമേണ അന്യോന്യം ബന്ധുക്കളായും ശത്രുക്കളായും മാറുന്നു. അപ്പോൾ ശ്രീബുദ്ധൻ പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. നിങ്ങൾ ഈ ജീവിതത്തിൽ കാണുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ കർമ്മത്താൽ മുമ്പുള്ള കർമ്മത്താൽ ബന്ധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുള്ള ആളായിരിക്കാം. എന്ന് വെച്ചാൽ മുമ്പ് ഒരു ട്രേഡ് നടന്നിട്ടുണ്ട്, കർമ്മ ട്രേഡ്, അങ്ങനെയുള്ളവരാണ്. ഇപ്പം നമ്മൾ വെറുതെ നടന്നു പോകും, നമ്മൾ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിലും കൂടി മുമ്പിൽ നടന്നു പോകുന്ന ഒരാൾ പോലും നിങ്ങളുമായിട്ട് കർമ്മം കൊണ്ട് ഏതോ തരത്തിൽ ബന്ധപ്പെട്ട ആളാണെന്ന്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു പക്ഷേ കഴിഞ്ഞ ഏതോ ഒരു ജന്മത്തിൽ സ്വന്തം അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അപ്പൂപ്പനായിരിക്കാം, ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒക്കെ ബന്ധമുള്ള ആളായിരിക്കാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരായിരിക്കും ഈ ജന്മത്തിൽ ഏറ്റവും ദേഷ്യമുള്ള ആളായിട്ട് നമ്മുടെ ബോസായിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സത്യത്തിലേക്കാണ് ഈ ജീവാത്മാവ് ശ്രദ്ധ കൊണ്ടുത്തിരിക്കുന്നത് നമ്മളുടെ. അങ്ങനെ ഈ പല പല അച്ഛനമ്മമാരുണ്ടായിരിക്കുന്നു എനിക്ക്. അപ്പോൾ അവരിൽ ആരാണ് എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഈ ശരീരം വിടുന്നതിന് മുമ്പോ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടി പുഞ്ചിരി തൂകിയും കളിച്ചും ഓരോരോ കുട്ടിക്കളികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കളിച്ച് അവരുടെ വാത്സല്യം നുകർന്നുകൊണ്ട് അവരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ വരെ ഈ ജീവാത്മാവ് ഇവരുടെ കുട്ടിയായിരുന്നു. ഈ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ജീവാത്മാവിന് ഇവരെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ചോദിക്കുകയാണ്, നിത്യമായ അർത്ഥത്തിന് നരന്മാരിൽ അനിത്യമായ സംബന്ധമാണ് കാണപ്പെടുന്നത്. ഏതൊരുത്തന് ഏതുവരെ ബന്ധമുണ്ടോ അതുവരെ മാത്രമേ മമത്വമുള്ളൂ. ഇത് യോഗവാസിഷ്ടത്തിലും പറയുന്നൊരു കാര്യമാണ്. എന്താണ്? മനസ്സാണ് നമ്മുടെ ഓരോ ബന്ധങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു നോളജാണ്. ചിന്തിച്ച് നോക്കുക. ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതിൽ എന്താണ് ശരിക്കും രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള ഒരു കൂടി ജീവിക്കാൻ
തീരുമാനിക്കുകയാണ്. അപ്പം അന്ന് വരെ ഒരു സ്ട്രേഞ്ചറായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിചാരിക്കൂ. നമ്മൾ ട്രഡീഷണൽ മാരേജാണ് പറയുന്നത്, അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഈ വിവാഹം വരെ അവർ തമ്മിൽ യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുപോലെ അപരിചിതരായ വ്യക്തികളായിരുന്നു ഒരുപക്ഷെ. ഒരു താലി കെട്ടൽ എന്നുള്ള ഒരു ചടങ്ങ്, ഒരു ലോഹത്തിൻ്റെ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, പൂക്കൾ കൊണ്ടുള്ള ഒരു മാല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, ഒപ്പ് വെക്കുന്നു, ആളുകൾ വരുന്നുണ്ട്, സദ്യ ഇതെല്ലാം കഴിഞ്ഞു, അവരെല്ലാം പോയി കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ വിവാഹത്തിന് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അവർ ബന്ധുക്കളായി മാറണം. എങ്ങനെയാണത് സംഭവിക്കുന്നത്? മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, ഇയാൾ എൻ്റെ ജീവിതത്തിൽ പാർട്ട്ണറായി കഴിഞ്ഞു എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചുറപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് ഇനിയിപ്പോൾ അവരുടെ അച്ഛനും അമ്മയും, ഭാര്യയുടെ അച്ഛനും അമ്മയും, ഇനി മുതൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയുമായി കാണും എന്നുള്ള ഒരു കരാറ്, ഒരു എഗ്രിമെൻറ്റ്. അതില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ചെയ്യും അല്ലേ, പേഴ്സണാലിറ്റി ക്രാഷ് ചെയ്യും. അങ്ങനെ അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ യാഥാർത്ഥ്യം ഇതാണ് എന്നാണ് മനസ്സിലാക്കി തരുന്നത്. എവിടെയാണ് ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്? നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇതേ ആളുകൾ തന്നെ കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചു, പിരിഞ്ഞു എന്ന് വിചാരിക്കും. എവിടെയാ ബന്ധം? അവർ വേറൊരു വിവാഹം കഴിച്ചു. എവിടെ പോയി ആ ബന്ധം? മനസ്സിൽ നിന്ന് അവർ ഉപേക്ഷിച്ചു. ഈ ബന്ധം അവർ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ രക്തബന്ധം എന്ന് പറയാം. എന്നാൽ തന്നെ എത്ര രക്തബന്ധമുള്ള കുട്ടികളുണ്ട്, അവരുടെ അച്ഛനമ്മമാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാതെ അവർ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം ഈ ബന്ധം എന്നുള്ള കാര്യം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ് എന്നുള്ളത് മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ചിത്രകേതുവിൻ്റെ ഈ കഥ, ബോധോദയത്തിൻ്റെ കഥ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ജീവൻ, ആത്മാവ്, അപ്പോൾ ഈ ജീവൻ പറയാണ് ആത്മാവ് ജന്മമില്ലാത്തവനാണ്. അപ്പോൾ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സങ്കല്പം, അത് സങ്കല്പെടുത്തിരിക്കുന്നത് ആരാണ്? രൂപമില്ലാത്ത ഈ ആത്മാവാണ് ഈ വേഷങ്ങളൊക്കെ ആയിട്ട് സങ്കല്പെടുത്തിട്ട് കളിക്കുന്നത്. അപ്പോൾ ആത്മാവ് ജന്മരഹിതനാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും ഈ നിമിഷം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ വേഷങ്ങളിലാണ് ഇംപെർഫെക്ഷനും എല്ലാം നമുക്ക് തോന്നാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് നമുക്ക് കേൾക്കാം. അപ്പോൾ അതെല്ലാം ഈ വേഷങ്ങൾക്കാണ്, ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ അതാണ് അജൻ. എപ്പോഴും നമുക്ക് കാണാം ഗീതയിലും ഒക്കെ ഭഗവാൻ പല സ്ഥലങ്ങളിലായി അർജുനൻ ആത്മാവിനെക്കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുമ്പോൾ അജോ നിത്യ ശാശ്വതോയം പുരാണം. അജം എന്ന് പറഞ്ഞാൽ ജനിക്കാത്തത്, ജന്മം എടുത്തിട്ടേ ഇല്ല. ഇത് തന്നെയാണ് നമ്മളുടെ അവസ്ഥയും. യഥാർത്ഥത്തിൽ നമ്മളുടെ ആത്മാവ് ജന്മമെടുക്കാൻ സാധിക്കില്ല. ആത്മാവ് എന്ന് പറയുന്ന ഒന്നാണ്. ഓരോരുത്തരും വേറെ 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 എന്നുള്ളത് ഈ വ്യക്തി വേഷത്തിൽ മാത്രമാണ് വരുന്നത്. ആത്മാവ് ഒന്ന് മാത്രമാണ്. അപ്പോൾ ഈ ആത്മാവ് എടുക്കുന്ന ഓരോ വേഷങ്ങളെയാണ് ഇവിടെ ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജന്മരഹിതനായ ആത്മാവ്, അത് 9ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഏഷ നിത്യോ അവ്യയ സൂക്ഷ്മ ഏഷ സർവാശ്രയസ്വദൃക് ആത്മമായ ഗുണൈർവിശ്വമാത്മാനം സൃജതേ പ്രഭു. ഈ പ്രഭു ആരാണ്? ഭഗവാൻ പറയുന്നത് മമ ഭൂതമഹേശ്വരം, ഗീതയിൽ പറയുന്നത് ഭൂതങ്ങൾക്കെല്ലാം മഹേശ്വരനായിട്ടുള്ള എന്നെ. അത് കൃഷ്ണൻ ആ രൂപത്തിനെ കുറിച്ചാണോ പറയുന്നത്? ഈ വസുദേവപുത്രനായ കൃഷ്ണൻ എന്ന വേഷത്തെക്കുറിച്ചാണോ പറയുന്നത്? അല്ല. ആ കൃഷ്ണൻ എന്ന വേഷം ഈ ആത്മാവ് തൽക്കാലത്തേക്ക് സ്വീകരിച്ചിരിക്കുന്ന ഒരു രൂപം മാത്രമായിരുന്നു. അത് സമയം എക്സ്പയർ ചെയ്തപ്പോൾ അത് ആ രൂപം പോയി. പക്ഷേ ആ കൃഷ്ണൻ ഞാനെന്ന് പറയുന്ന ആ ബോധം, ആ ഞാനെന്ന് സംബോധന ചെയ്തിട്ടുള്ള ആ ആത്മാവ് ചൈതന്യം, അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എപ്പോഴും സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല, അതിനൊരു മാറ്റവും ഒരിക്കലും വരികയില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ കുട്ടി വന്ന് പറയുന്ന സമയത്ത് കുട്ടി പറയാണ്,
ഉദാസീനനെപ്പോലെ കാര്യകാരണങ്ങൾക്കെല്ലാം സാക്ഷിയും നിത്യസ്വതന്ത്രനുമായ ആത്മാവ് സുഖത്തെയോ ദുഃഖത്തെയോ രാജ്യാദികളെയോ ഒന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? ഇങ്ങനെയൊരു ആസ്പെക്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട് സദാ. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, തിരിച്ചറിഞ്ഞാലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇതെപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഈ നിമിഷം നമ്മളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏത്? ജനിക്കാത്ത എല്ലാറ്റിനും സാക്ഷിയായിട്ട് ഈ നിമിഷം ഈ രംഗത്ത് ഈ തിരശ്ശീലയിൽ എന്തൊക്കെ പ്രകടിതമാവുന്നുവോ അതൊക്കെ സാക്ഷി, അതിനൊക്കെ സാക്ഷിയായിക്കൊണ്ട് നിത്യസാക്ഷി എന്ന് പറയുന്നു. വ്യോമവത് വ്യാപ്തരൂപായ ദക്ഷിണാമൂർത്തയെ നമഃ. ദക്ഷിണാമൂർത്തി ശ്ലോകത്തിലുള്ളതാണ്. വ്യോമവത് വ്യാപ്തദേഹായ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്തുകൊണ്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരാം നമ്മുടെ മനസ്സിൽ. അത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക്കായ ഇന്ന ഒരു സ്ഥലത്ത്, ഒരു നഗരത്തിൽ, ഇന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾക്കുള്ളിൽ ഞാനുണ്ട് എന്നുള്ള അനുഭവം, ഞാനിവിടെ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട് അല്ലേ? ഞാനിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിൽ പോകുമ്പോഴും ഞാനുണ്ട് എന്നുള്ള അനുഭവമാണ്, ഇവിടെ ഉണ്ട് എന്നുള്ള അനുഭവമാണ്. അല്ലാണ്ട് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള അനുഭവം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ, ഐ എം ഹിയർ നൗ എന്നുള്ള അനുഭവമാണ്. അപ്പോൾ ഹിയർ ആൻഡ് നൗ ഈ രണ്ടും ആണ് നമ്മളുടെ അറിവിൻ്റെ അനുഭവം. അപ്പോൾ ലോകത്തിൽ എവിടെ പോയാലും, അതിന് ഉയരങ്ങളെന്നോ ഹിമാലയത്തിൽ പോയാലും നമ്മളുടെ അനുഭവം എന്താണ്? ഞാൻ ഇവിടെ ഉണ്ട്, ഐ എം ഹിയർ നൗ എന്നുള്ള. ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ഉള്ളിൽ എന്താണ് അനുഭവം? ഐ എം ഹിയർ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം. ഇത് ലോകത്ത് എവിടെ പോയാലും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ശരീരവുമായി ബന്ധപ്പെട്ട അനുഭവമല്ല, ഇത് അതിനതീതമായിട്ടുള്ള അനുഭവമാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിൻ്റെ അനുഭവമാണ് നമ്മളുടെ ഉള്ളിലുള്ള ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള അനുഭവം, ഐ എം ഹിയർ എന്നുള്ള അനുഭവം, ഐ എക്സിസ്റ്റ് എന്നുള്ള അനുഭവം, നമുക്ക് ബോധമുണ്ട് എന്നുള്ള അനുഭവം. അപ്പോൾ അതാണ് ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യോമവത് വ്യാപ്തരൂപായ, ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന, എങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ രൂപമില്ലാത്ത വസ്തുവാണ് നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് എന്നുള്ള അറിവുണ്ടാക്കുന്നത്. അതിനുള്ളിൽ അതും ശരീരവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. എത്ര വലിയൊരു ജ്ഞാനമാണല്ലേ. അപ്പോൾ അത് സാക്ഷിയായും നിത്യസ്വതന്ത്രനാണത്. അതിനെവിടെ പോയാലും ഒരു കുഴപ്പവും വരുന്നില്ല. ശരീരം എന്നുള്ളത് അത് തൽക്കാലത്തേക്ക് സ്വീകരിച്ചിട്ടുള്ള ഒരു വേഷം, അത് തന്നെ മായയാൽ തോന്നുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സാക്ഷിയും നിത്യസ്വതന്ത്രനായ ആത്മാവ് സുഖദുഃഖത്തെയോ രാജ്യത്തെയോ ഒന്നും സ്വീകരിക്കുന്നില്ല, അതിനൊന്നും വേണ്ട. പൂർണ്ണനാണ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണനാണ്, കംപ്ലീറ്റാണ്, ഒന്നിൻ്റെയും കുറവില്ല അതിന്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ രാജ്യവും വേണ്ട, സിംഹാസനവും വേണ്ട, അച്ഛനമ്മമാരും ഇല്ല, എനിക്കൊന്നുമില്ല, ഞാൻ സ്വതന്ത്രനായ ആത്മാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവാത്മാവ് അവിടെ നിന്ന് പോകുന്നതാണ് ചിത്രകേതുവിന് കാണാൻ കഴിയുന്നത്. ആ നിമിഷം ചിത്രകേതു തിരിച്ചറിയാണ്, ഇതാണ് ഓരോ ജീവൻ്റെയും പരമാർത്ഥം. ചിത്രകേതു ചിന്തിക്കുകയാണ്, ഞാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ എനിക്കിതെല്ലാമായിട്ടുള്ള ബന്ധം അവിടെ വിടും. അപ്പോൾ എവിടെയാണ് നമ്മൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? മനസ്സ്. ഏത് വ്യക്തികളിലാണ് മനസ്സ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ശ്രദ്ധിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ നോക്കുക, രാഗദ്വേഷങ്ങൾ ഏതിനോടൊക്കെയാണ്. എന്നിട്ട് ഈ ജ്ഞാനം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സ്വരൂപത്തിൻ്റെ ജ്ഞാനം കൂടുതൽ വ്യക്തമായിട്ട് കിട്ടും.
അതാണ്. അപ്പോൾ ഇങ്ങനെ സ്വരൂപജ്ഞാനം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഭാഗവതത്തിൽ. അപ്പം ഇത് കണ്ടു, ഈ ജീവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ ബന്ധുക്കൾ ആശ്ചര്യഭരിതരായി തൻ്റെ തന്നെ ആസക്തിയാകുന്ന ചങ്ങല പൊട്ടിച്ചു കളഞ്ഞ് ശോകവിമുക്തരായി. ഏതൊരു കുട്ടിയാണോ ഏറ്റവും സ്നേഹിച്ചതും ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ആ കുട്ടിയുടെ ജീവാത്മാവാണ് വന്ന് പറയുന്നത്, ഏതച്ഛൻ ഏതമ്മ, എനിക്ക് എത്രയോ അച്ഛനമ്മമാരുണ്ടായിട്ടുണ്ട്, എനിക്ക് ആരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് എന്നെ ഇനി തിരിച്ചു വിളിക്കരുത്, എന്നെ സ്വതന്ത്രനായി പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ആത്മാവാണ് പോകുന്നത്. അതോടുകൂടി ഈ കുട്ടിയുടെ ബന്ധുക്കൾ മുഴുവൻ തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ്, ആസക്തിയാകുന്ന ചങ്ങല പൊട്ടിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്. ഇത്യുദീര്യഗതോ ജീവോ ജ്ഞാതയസ്തസ്യ തേ തദാ വിസ്മിതാമുചു ശോകം ചിത്വാ ആത്മസ്നേഹശൃംഖലാം. നമ്മളുടെ വീട്, നമ്മളുടെ കുടുംബം, നമ്മളുടെ ഇങ്ങനെ എൻ്റെ എന്നുള്ള ആ മമതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിലേക്കൊക്കെ ഈ ജ്ഞാനം നമ്മൾ പതുക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് മനസ്സുകൊണ്ട് ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കുക. എന്തിനു വേണ്ടി പറയുന്നു ഇത്? ഭാഗവതം എന്തിനാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്? ദുഃഖമോചനം വേണോ? ഒന്നിനോടും മനസ്സൊട്ടി പിടിക്കണ്ട. കാരണം അത് ദുഃഖം മാത്രമേ തരുള്ളൂ. ചിത്രകേതു തൻ്റെ കുട്ടിയോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം എത്രമാത്രം ദുഃഖം അനുഭവിച്ചു. അപ്പോൾ ഈ ജ്ഞാനം കിട്ടിയപ്പോഴോ ചിത്രകേതു വളരെ ശാന്തനായി മനസ്സ് അങ്ങനെ ജ്ഞാനത്തിലേക്ക് വന്ന് പൂർണ്ണമായ മുക്തിയാണ് പിന്നീട് നേടുന്നത്. അപ്പം അങ്ങനെ മഹാരാജാവേ, ബാലഹത്യയാൽ തേജസ് നശിച്ച ആ ദുഷ്ടസ്ത്രീകൾ ലജ്ജിച്ച് പുത്രാദി വിഷയങ്ങളെല്ലാം ദുഃഖഹേതുക്കളാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു ജ്ഞാനം കൊണ്ട് ഒരാൾക്ക് മാത്രമല്ല ജ്ഞാനം കിട്ടുന്നത്, ചിത്രകേതുവിന് മാത്രമല്ല, ഈ ദുഷ്ടകളായിട്ടുള്ള ഈ മറ്റുള്ള ഭാര്യമാരുണ്ടല്ലോ ഈ കുട്ടിയെ കൊന്ന്, അപ്പം അവർക്ക് പോലും ജ്ഞാനം കിട്ടി. അവർക്ക് മനസ്സിലായി ഇപ്പോൾ ഈ പുത്രൻ ഉണ്ടായിട്ട് എന്ത് കാര്യം, ഇതാണ് അനുഭവം. പുത്രനുണ്ടായ ഈ ഭാര്യ ഉണ്ടല്ലോ, ഈ ചിത്രകേതുവിൻ്റെ ഈ ഭാര്യ, അപ്പോൾ ആ ഭാര്യയ്ക്കും ഈ അനുഭവം ആണുണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനോടും അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിന് രാഗം വെച്ചിട്ട് ദുഃഖം മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ സത്യത്തിൻ്റെ തിരിച്ചറിവ് വരികയാണ്. അങ്ങനെ ചിത്രകേതു എന്ത് ചെയ്തു? ഈ ജ്ഞാനം കിട്ടിയതിന് ശേഷം ദിവസം കൂടി ജലം മാത്രം, ഇനി എനിക്ക് ഒന്നും ഇവിടെ നേടാനില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി പൂർണ്ണമായ ആ ഒരു ഡിസ്പാഷൻ, ഒരു ഡിറ്റാച്ച്മെൻറ്റ് മനസ്സിന് വന്നു. എല്ലാറ്റിൽ നിന്നും ഉള്ള ഒരു വിരക്തി വന്ന് അദ്ദേഹം ജലം മാത്രം ഭക്ഷിച്ച്, എനിക്കിനി ഒന്നും വേണ്ട, ഭക്ഷണം പോലും വേണ്ട, ജലം മാത്രം ഭക്ഷിച്ച് ഏകാഗ്രചിത്തനായി നാരദനാൽ ഉപദേശിക്കപ്പെട്ട ആ വിദ്യയെ 7 ദിവസം മുഴുവൻ ഇടമുറിയാതെ യഥാവിധി ധാരണം ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ആ വിദ്യ? 25ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ സകലസാത്വത പരിവൃഢ നികരകരകമലകുഡ്മളോപലാളിത ചരണാരവിന്ദയുഗള പരമപരമേഷ്ഠിൻ നമസ്തേ. ഇങ്ങനെ ഒരു മന്ത്രം ഉപദേശിച്ച് നാരദൻ അംഗിരസിന് മഹർഷിയോടൊപ്പം അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആ ശ്ലോകമാണ്, ആ വിദ്യയാണ് 7 ദിവസം ധാരണ ചെയ്ത് രാജൻ ഇടതടവില്ലാതെ ഈ മന്ത്രം ധാരണ ചെയ്ത് ജലം പോലും കഴിക്കാതെ പൂർണ്ണമായി ഏകാഗ്രചിത്തനായി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി. ഇങ്ങനെയും സാധിക്കാം, 7 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സാധിച്ചത്. എന്നിട്ട് എന്തു ചെയ്തു? 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തത കുതിപയാഹോഭിർവിദ്യയേത്ഥ മനോഗതി ജഗാമ ദേവദേവസ്യ ശേഷസ്യ ചരണാന്തികം.
പിന്നെ കുറേ ദിവസങ്ങൾ കൊണ്ട് പരിപൂർണവും ദൃഢവുമായ ഉപാസനയാൽ പരിപക്വമായ മനസ്സിൻ്റെ ഗതി ചേർന്ന് അദ്ദേഹം ദേവാതിദേവനായ അനന്തൻ്റെ ചരണാന്തികം പ്രാപിച്ചു. അനന്തൻ എന്ന് പറയുന്നത് ഈ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വ്യാപ്തരൂപനായ ദക്ഷിണാമൂർത്തി എന്ന് വിളിക്കുന്ന ഈ രൂപമില്ലാത്ത ബോധത്തിനെയാണ് ഇവിടെ അനന്തനെന്നും ദക്ഷിണാമൂർത്തി എന്നും ഭഗവാൻ കൃഷ്ണനെന്നും പല പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നതെല്ലാം ഈ രൂപമില്ലാത്ത പേരില്ലാത്ത ഈ ഭഗവാനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭഗവാന്റെ സ്വരൂപം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചിത്രകേതുവിൻ്റെ കഥ മനസ്സിൽ നമ്മൾക്ക് ഒരുപാട് ആളുകളോടൊക്കെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് നമ്മുടെ മനസ്സെങ്കിൽ ഈ ചിത്രകേതുവിൻ്റെ കഥ ഒരുപാട് സഹായിക്കും ഈ സത്യം മനസ്സിലാക്കാൻ, ബന്ധങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും. നമ്മൾ എന്ന് വെച്ചാൽ ആരെയും സ്നേഹിക്കേണ്ട, കുടുംബത്തിനെ സ്നേഹിക്കേണ്ട എന്നൊന്നും, കുട്ടികളെ നോക്കേണ്ട ഒന്നുമല്ല അർത്ഥം. നമുക്കൊരിക്കലും അതിന് സാധിക്കില്ല. എല്ലാവരെയും സ്നേഹിക്കും, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളിൽ ഭഗവാനെ മാത്രം നിറച്ചു വെച്ചാൽ ശാന്തിയും സമാധാനവും അനുഭവിക്കാം. അവിടെയാണ് ശാന്തി, അവിടെയാണ് സമാധാനം. എല്ലാവരെയും സ്നേഹിക്കാം, പക്ഷേ മനസ്സിൽ ആരോടും ഒട്ടിപ്പിടിക്കൽ വേണ്ട. ഈ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് എഫെക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ഒരു സ്പെഷ്യൽനെസ്, ആ പരിപാടി വേണ്ട എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത്. അതിനാണ് ഒട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് ഒട്ടിപ്പിടിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് പതുക്കെ നമ്മൾ ഈ ഒട്ടിപ്പിടിക്കൽ നമ്മൾ ഭഗവാനോട് മാത്രമാവും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച മനസ്സ് പൂർണ്ണമായ ശാന്തിയിൽ എത്തുന്നു. അപ്പോൾ എല്ലാ വാസനകളും ഭഗവാനിലെ നേരേക്ക് തിരിച്ചു വിടുക. ഭഗവാനെ മതി എന്നുള്ള ഒരു ചോയ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ജീവിതത്തിൽ നിന്നും പരിപൂർണമായ ദുഃഖമോചനം സാധ്യമാണ് എന്നാണ് ഭാഗവതം നമ്മളെ ഈ ചിത്രകേതുവിൻ്റെ കഥയോടുകൂടി ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും സാധിക്കട്ടെ. പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനൗ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി.